നെക്സ്റ്റ് ഓഫീസർ സ്കെയിൽ 3 ആണ്. അത് സീനിയർ മാനേജർ ആണ് അവിടെ വരിക. സീനിയർ മാനേജർ അവിടെ ആകുമ്പോൾ ഹായ് ഓൾ, എൻട്രിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബാങ്ക് എക്സാമുകളിൽ ആദ്യം നടക്കാൻ പോകുന്ന IBPS RRB എക്സാമിനെ പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്താണ്, എക്സാം പാറ്റേൺ എന്താണ്, അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് IBPS RRB എന്താണെന്ന് നോക്കിയാലോ. IBPS RRB എന്ന് പറയുന്നത് നമ്മുടെ റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കുള്ള, അതായത് നമ്മുടെ കേരളത്തിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കേരള ഗ്രാമീൺ ബാങ്കുകളിലേക്കുള്ള നമ്മുടെ പ്രൊബേഷണറി ഓഫീസർ അതുപോലെ അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കുള്ള സെലക്ഷനാണ് IBPS നടത്തുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമ്മുടെ എക്സാം പാറ്റേണുകൾ, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ IBPS റിക്രൂട്ട് ചെയ്യുന്ന RRBയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പോസ്റ്റുകൾ ഇതൊക്കെയാണ്. ഒന്ന് ഓഫീസ് അസിസ്റ്റന്റും, ഒന്ന് ഓഫീസർ സ്കെയിൽ 1, 2, 3. അതിൽ ഓഫീസർ സ്കെയിൽ 1 എന്ന് പറയുന്നത് നമ്മുടെ പ്രൊബേഷണറി ഓഫീസർ തന്നെയാണ്. പിന്നെ 2, 3 അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതായിരിക്കും. ഓക്കെ, ആദ്യം നമുക്ക് എലിജിബിലിറ്റി നോക്കാം. എലിജിബിലിറ്റിയിൽ ഏജിൻ്റെ എലിജിബിലിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഓഫീസ് അസിസ്റ്റന്റ് അഥവാ നമ്മുടെ മൾട്ടിപർപ്പസ് അതിൻ്റെ എലിജിബിലിറ്റി വരുന്നത് 18 വയസ്സ് തൊട്ട് 28 വയസ്സ് വരെയാണ്. ഇനി ഓഫീസർ സ്കെയിൽ 1 ആണെങ്കിൽ, അതായത് നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ്, അതാണെങ്കിൽ 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. ഇനി ഓഫീസർ സ്കെയിൽ 2 അത് മാനേജർ പോസ്റ്റ് ആണ്. 21 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. ഇനി ഓഫീസർ സ്കെയിൽ 3 സീനിയർ മാനേജർ പോസ്റ്റ് ആണ്. 21 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. ഇനി ഈ 2 പോസ്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ റിക്വയർഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമ്മുടെ ഓഫീസ് അസിസ്റ്റന്റ് അഥവാ മൾട്ടിപർപ്പസ്, അതായത് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ക്ലർക്ക് പോസ്റ്റിലേക്ക് എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം. അതുകൂടാതെ നമ്മളിപ്പോൾ കേരള ഗ്രാമീൺ ബാങ്ക്, ഞാൻ പറഞ്ഞു കേരളത്തിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കേരള ഗ്രാമീൺ ബാങ്കാണ്. ഒരു ലോക്കൽ ബാങ്കാണ് വരുന്നത് അല്ലേ. അപ്പോൾ ലോക്കൽ ബാങ്ക് ആകുമ്പോഴത്തേക്കും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അതായത് നമ്മളവിടെ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ആ ലോക്കൽ ഏരിയയിൽ പെടുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പ്രൊഫിഷ്യൻസി ഇൻ ലോക്കൽ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് RRBയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് സമയത്ത്. ഇനി നിങ്ങൾ വേറൊരു സ്റ്റേറ്റാണ് അപ്ലൈ ചെയ്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് ഇപ്പോൾ നമ്മുടെ 10th സർട്ടിഫിക്കറ്റും +2 സർട്ടിഫിക്കറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അതിനെ നേറ്റീവ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത്. ഇനി നിങ്ങൾ അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ഒരാളല്ല, പക്ഷേ നിങ്ങൾ വേറൊരു സ്റ്റേറ്റാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LPT എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് അവിടെ നടത്തുന്നതായിരിക്കും. അത് ഷുവറായിട്ട് നമ്മൾ പാസ്സായാൽ മാത്രമേ അടുത്ത പോസ്റ്റിങ്ങിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. LPT എന്ന് പറഞ്ഞാൽ ലോക്കൽ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റാണ്. അതിൽ റീഡ്, റൈറ്റ് അതുപോലെ സ്പീക്ക് ഇത്രയും കാര്യങ്ങളാണ് LPT ടെസ്റ്റിൽ നടത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇത് ക്ലർക്ക് പോസ്റ്റ് അല്ലേ, അതായത് ഡെസ്ക് പോസ്റ്റാണ് അഥവാ ഓഫീസ് നമ്മുടെ ഡെസ്ക് പോസ്റ്റാണ് വരുന്നത് അല്ലേ. അതിൽ വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കുക, ബേസിക് നോളജ് അറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യമാണ് നമുക്കവിടെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷനകത്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓഫീസർ സ്കെയിൽ 1 ആണ്. അതായത് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റാണ്. അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിൻ്റെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി തന്നെയാണ് അവിടെയും പറയുന്നത്. ഓക്കെ, ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് അവിടെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. സെയിം ആസ് നമ്മുടെ എന്താണ് ഓഫീസ് അസിസ്റ്റൻ്റ് തന്നെയാണ് നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഓഫീസർ സ്കെയിൽ 2 നോക്കാം. ജനറൽ ബാങ്കിങ് ഓഫീസർ മാനേജർ പോസ്റ്റാണ്. ഓക്കെ, അതിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, ബാച്ചിലർ ഡിഗ്രി, ഗ്രാജുവേഷൻ മസ്റ്റാണ്. അപ്പോൾ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കുക, ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക, മിനിമം 50% ഓഫ് മാർക്സ് ഉണ്ടായിരിക്കുക. കൂടാതെ നിങ്ങളിപ്പോൾ ഡിഗ്രി ഇൻ ബാങ്കിങ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, അനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഫിസിക്കൾച്ചർ, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, മാനേജ്മെന്റ് ലോ, ഇക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടൻസി, ഇത്രയും കോഴ്സുകളിൽ നിങ്ങൾ ഗ്രാജുവേഷൻ ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്രിഫറൻസ് അവിടെ തന്നിരിക്കും.
ഓക്കെ. ഇനി അതുകൂടാതെ ജനറൽ മാനേജർ പോസ്റ്റ് ആവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ബാങ്കിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റ് തന്നെയാണ്. ഓക്കെ. നെക്സ്റ്റ് അടുത്തിനി ഓഫീസർ സ്കെയിൽ 2 സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, അത് മാനേജർ പോസ്റ്റ് ആണ്. അതിൽ നമുക്ക് ആദ്യം നോക്കാം ഇൻഫർമേഷൻ ടെക്നോളജി ഓഫീസർ ആണ്. ഇൻഫർമേഷൻ ടെക്നോളജി ഓഫീസർ എന്ന് പറയുമ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഏതിനാണ്? ഒന്നുകിൽ ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, ഇത്രയും കാര്യങ്ങളിൽ, അതായത് ഇത്രയും സ്ട്രീമുകളിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക. ഇത്രയും സ്ട്രീമുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക. വിത്ത് മിനിമം 50% ഓഫ് അഗ്രിഗേറ്റ് അവിടെ ഉണ്ടായിരിക്കണം. ഇനി ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ASP യോ PHP യോ C++ഓ ജാവയോ VB VC OCP ഇതുപോലുള്ള സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ആണെങ്കിൽ അത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷനിൽ നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇനി അവിടെയും എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ആ ഒരു റെലവൻറ്റ് ഫീൽഡിൽ, ആ ഒരു IT ഫീൽഡിൽ നിങ്ങൾക്ക് 1 year ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു NBFCയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിലോ ഒക്കെ നിങ്ങൾക്ക് എന്തായിരിക്കും 1 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തന്നെയാണ്. അതിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിൽ CA സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അവിടെയും ആ ഒരു റെലവൻറ്റ് ഫീൽഡ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് 1 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ലോ ഓഫീസർ ആണ്. ലോ ഓഫീസർ വരുമ്പോഴും നമുക്കൊരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലോ ഡിഗ്രി ഉണ്ടായിരിക്കുക, ലോ അറിഞ്ഞിരിക്കുക. ഓക്കെ. വിത്ത് 50% ഓഫ് മാർക്സ് ഉണ്ടായിരിക്കണം. ഇനി 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. എന്തിനാണ്? ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക. പിന്നെ എന്താണ്? ഷുഡ് ഹാവ് വർക്ക്ഡ് ആസ് ലോ ഓഫീസർ ഇൻ ബാങ്ക്സ്. അതായത് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിലോ ഒക്കെ നിങ്ങൾ ലോ ഓഫീസറായിട്ട് ലെസ് ദാൻ 2 years പീരീഡ് വർക്ക് ചെയ്തിരിക്കണം എന്നുള്ള കാര്യവും അവിടെ പറയുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഇനി ട്രഷറി മാനേജർ ആണ്. ട്രഷറി മാനേജറിന് ഒന്നുകിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കുക, അല്ലെങ്കിൽ MBA ഇൻ ഫിനാൻസ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉള്ളവർക്ക് ട്രഷറി മാനേജറായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവിടെയും ആ ഒരു റെലവൻറ്റ് ഫീൽഡിൽ 1 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് മാർക്കറ്റിംഗ് ഓഫീസർ ആണ്. മാർക്കറ്റിംഗ് ഓഫീസർ എന്ന് പറയുമ്പോൾ MBA ഇൻ മാർക്കറ്റിംഗ് ഹോൾഡർ ആയിരിക്കുക. ഓക്കെ. അതുപോലെ ആ ഒരു റെലവൻറ്റ് ഫീൽഡിൽ 1 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് അഗ്രികൾച്ചർ ഓഫീസർ ആണ്. അവിടെ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഡയറി, ആനിമൽ ഹസ്ബൻഡറി, ഫോറസ്ട്രി, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഫിസിക്കൾച്ചർ ഇതിലൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക. അതിൽ ഏതെങ്കിലും ഒന്നിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക. വിത്ത് 50% ഓഫ് മിനിമം 50% ഓഫ് അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കുക. അതുപോലെ ഈ ഒരു പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് 2 years ഓഫ് എക്സ്പീരിയൻസും അവിടെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഓഫീസർ സ്കെയിൽ 3 ആണ്. അത് സീനിയർ മാനേജർ ആണ് അവിടെ വരിക. സീനിയർ മാനേജർ അവിടെ ആകുമ്പോൾ നമുക്ക് മിനിമം 5 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുക. അതായത് ബാങ്കിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഇനി അതും നമുക്ക് ഈ പറയുന്ന പോലെ ഡിഗ്രി ഹോൾഡേഴ്സിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. വിത്ത് 50% ഓഫ് മാർക്സ് ആണ് വരുന്നത്. കൂടാതെ പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുന്നത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ബാങ്കിങ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, ആനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഫിസിക്കൾച്ചർ, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, മാനേജ്മെന്റ് ലോ, എക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടൻസി ഇതിലൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് എന്താണ് പ്രിഫറൻസ് കൂടുതലായിരിക്കും. ഓക്കെ. ഇനി സെലക്ഷൻ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. അസിസ്റ്റന്റ് പോസ്റ്റുകൾക്കാണെങ്കിൽ പ്രിലിംസ് മെയിൻസ് ഉണ്ടാവും. ഇനി ഓഫീസ് സ്കെയിൽ 1 ആണെങ്കിൽ പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ ഉണ്ടാവും. ഓഫീസർ സ്കെയിൽ 2, 3 ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇതിനകത്ത് നോക്കാം. ആദ്യത്തേത് IBPS PO അല്ലെങ്കിൽ RRB പ്രിലിംസ് നമുക്ക് ഒരേ രീതിക്കാണ് വരുന്നത്. 2 സെക്ഷൻസ് ആണ് വരിക. ഒന്ന് റീസണിങ്ങും ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ആയിരിക്കും. അവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 40 വീതം വെച്ചിട്ടാണ് രണ്ടിനും 40 മാർക്കാണ് അപ്പോൾ മാക്സിമം. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 20 മിനിറ്റും അതുപോലെ റീസണിങ്ങിന് 25 മിനിറ്റുമാണ് ഡ്യൂറേഷൻ വരുന്നത്. അങ്ങനെ ടോട്ടൽ 80 ക്വസ്റ്റ്യൻ 80 മാർക്ക് 45 മിനിറ്റിനാണ് പ്രിലിംസ് നടത്തുന്നത്. ഇത് ബോത്ത് ക്ലർക്ക് ആൻഡ് POയ്ക്ക് സെയിം ആണ് RRB. ഓക്കെ. നെക്സ്റ്റ് PO മെയിൻസ് എങ്ങനെയാണെന്ന് നോക്കിക്കേ. റീസണിങ് എബിലിറ്റി 40 ക്വസ്റ്റ്യൻ 30 മിനിറ്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻ 30 മിനിറ്റ് ആണ്. അവെയർനെസ് 40 ക്വസ്റ്റ്യൻ 15 മിനിറ്റ് ആണ്. ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻ 30 മിനിറ്റ് ആണ്. കമ്പ്യൂട്ടർ നോളജ് 40 ക്വസ്റ്റ്യൻ
15 മിനിറ്റ് ആണ്. അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻ 200 മാർക്കിനാണ് 120 മിനിറ്റ് ആണ് ഇവിടെ വരുന്നത്. ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. സെക്ഷണൽ ടൈമിംഗ് ഒക്കെ നമുക്ക് കഴിഞ്ഞ വർഷം തൊട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് RRB ക്ലർക്കിന്റെ മെയിൻസ് എങ്ങനെയാണ്? സെയിം പോലെ തന്നെയാണ്. റീസണിങ് പേപ്പർ 40 ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമുക്ക് സെക്ഷണൽ ടൈമിംഗ് സെയിം പോലെ തന്നെയാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് അവയർനെസ് ആണെങ്കിൽ 40 ക്വസ്റ്റ്യൻ, ന്യൂമറിക്കൽ എബിലിറ്റി 40 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ പേപ്പർ 40 ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ RRB ക്ലർക്കിന്റെ മെയിൻസിൽ വരുന്ന സബ്ജക്റ്റുകൾ. നെക്സ്റ്റ് ഇനി ഓഫീസർ സ്കെയിൽ 2 ജനറൽ ബാങ്കിങ് ഓഫീസറാണ്. ഓഫീസ് സ്കെയിൽ 2 ജനറൽ ബാങ്കിങ് ഓഫീസറാണ്. അതിൽ എക്സാം പാറ്റേൺ നോക്കാം. നമുക്ക് റീസണിങ് ഉണ്ടാവും 40 ക്വസ്റ്റ്യൻ. ഈ ടോട്ടൽ 2 മണിക്കൂറാണ് ഡ്യൂറേഷൻ വരുന്നത് കംപ്ലീറ്റ് ആയിട്ട്. റീസണിങ് ഉണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവും, ഫിനാൻഷ്യൽ അവയർനെസ് ഉണ്ടാവും, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാവും, കമ്പ്യൂട്ടർ നോളജ് ഉണ്ടാവും. അപ്പോൾ സെയിം നമ്മൾ അതുപോലെ തന്നെയാണ്. പിന്നെ ഇവിടെ ഫിനാൻഷ്യൽ അവയർനെസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നത്. നെക്സ്റ്റ് ഇനി ഓഫീസർ സ്കെയിൽ 2 സ്പെഷ്യലിസ്റ്റ് കാഡറയാണ്. അവിടെ നമുക്ക് വരുമ്പോൾ റീസണിങ് പേപ്പർ എന്തായാലും ഉണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഇത് പ്രിലിംസും മെയിൻസും തന്നെയാണ് കേട്ടോ. പ്രിലിംസ് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയായിരിക്കും? റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്. ഇനി നമ്മുടെ ഇംഗ്ലീഷ് ചിലപ്പോൾ ഇംഗ്ലീഷ് ഉണ്ടാവും, ചിലപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് പകരം ജനറൽ അവയർനെസ് ഉണ്ടാവും. അത് ഓരോ ഇതിനനുസരിച്ചിട്ടായിരിക്കും നമുക്കതിനകത്ത് വരുന്നത്. കൂടാതെ നമുക്ക് മെയിൻസ് വരുന്ന സമയത്ത് പ്രൊഫഷണൽ നോളജ് പേപ്പർ ആണ് അവിടെ വരിക. അപ്പോൾ ഇവിടെ റീസണിങ് പേപ്പർ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഫിനാൻഷ്യൽ അവയർനെസ് പേപ്പർ ഉണ്ടാവും, ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പർ ഉണ്ടാവും, കമ്പ്യൂട്ടർ നോളജ് പേപ്പർ ഉണ്ടാവും. കൂടാതെ ഈ ഒരു റെലവൻറ്റ് ഫീൽഡിൽ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓരോ IT ഓഫീസർ, അഗ്രികൾച്ചർ ഓഫീസർ, അങ്ങനെ ഓരോന്നുമില്ലേ. അപ്പോൾ അതിൽ പ്രൊഫഷണൽ നോളജും അവർ ചെക്ക് ചെയ്യും. അങ്ങനെ ടോട്ടൽ 240 ക്വസ്റ്റ്യൻ 200 മാർക്കാണ്. ഇവിടെ 2 മണിക്കൂർ 30 മിനിറ്റ് ആണ് ടൈമിംഗ് വരിക. നെക്സ്റ്റ് ഓഫീസർ സ്കെയിൽ 3 ആണ്. അതിന് നമുക്ക് വരുന്നത് റീസണിങ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, ഫിനാൻഷ്യൽ അവയർനെസ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്, സെയിം as. ഓക്കെ, അപ്പോൾ ഇതാണ് ഓഫീസർ സ്കെയിൽ 3 എക്സാം പാറ്റേൺ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് IBPS RRB എന്ന് പറയുമ്പോൾ വരുന്നത്. അപ്പം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വരുന്ന ബാങ്ക് എക്സാം ആണ്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇനി നിങ്ങൾക്ക് പ്രിപ്പറേഷനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അത് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ആ സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾക്ക് പഠിച്ചു പോകാവുന്നതാണ്. ഇനി എക്സാം റിലേറ്റഡ് ആയിട്ടോ കോഴ്സ് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, എൻക്വയറി വേണമെന്നുണ്ടെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് എൻക്വയറി നടത്താവുന്നതാണ്. ഇനി എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലും പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.